നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ബംഗാളിൽ ബി.ജെ.പി. നേതാവ് സുവേന്ദു അധികാരിയുടെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ ആണിക്കൽ ഇളക്കാൻ പാകത്തിനുള്ള വലിയ രാഷ്ട്രീയ സ്ഫോടനം തന്നെ ഉണ്ടാകുമെന്നാണ് സുവേന്ദു അധികാരി ശനിയാഴ്ച വെളിപ്പെടുത്തിയിരുന്നത്. ഇത് ബി.ജെ.പി. അനുകൂല പ്രവർത്തകരെയും തൃണമൂൽ കോൺഗ്രസുകാരെയും ഒരുപോലെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. എന്നാൽ അടികൊള്ളുന്നതിന് മുമ്പ് തന്നെ ബി.ജെ.പി. തല്ലാൻ പോകുന്നു എന്ന മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് മമതാ ബാനർജി മുന്നോട്ട് വന്നതും പൊതുജനങ്ങളുടെ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. എന്നെയും എന്റെ മരുമോനെയും ബി.ജെ.പി. ടാർഗറ്റ് ചെയ്യുന്നുവെന്നും തങ്ങൾക്ക് രണ്ടുപേർക്കും ബംഗാൾ സുരക്ഷിതമല്ല എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് മമതാ ബാനർജി രംഗത്ത് വന്നത്. തിങ്കളാഴ്ച ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്താനുണ്ട് എന്ന് ബി.ജെ.പി. ബംഗാൾ അധ്യക്ഷൻ സുവേന്ദു അധികാരി പറഞ്ഞതിന് പിന്നാലെ വലിയ പരിഭ്രാന്തിയിലായിരിക്കുകയാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇതേ തുടർന്ന് തനിക്കും അനന്തരവൻ അഭിഷേക് ബാനർജിക്കുമെതിരെ ഭാരതീയ ജനതാ പാർട്ടി ഗൂഢാലോചന നടത്തുകയാണെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഞായറാഴ്ച ആരോപിച്ചു. തങ്ങൾ ബംഗാളിൽ സുരക്ഷിതരല്ലെന്നും തന്നെയും തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും അതായത് അവരുടെ മരുമകനെയും ബി.ജെ.പി. ലക്ഷ്യമിടുന്നതായുമാണ് അവർ അവകാശപ്പെട്ടത്. തൃണമൂൽ കോൺഗ്രസിനെയും അതിന്റെ ഉന്നത നേതാക്കളെയും വിറപ്പിക്കാൻ തക്കവണ്ണമുള്ള ഒരു വലിയ സ്ഫോടനം തിങ്കളാഴ്ച ഉണ്ടാകുമെന്ന് ബി.ജെ.പി. നേതാവ് സുവേന്ദു അധികാരി പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഈ പരാമർശങ്ങൾ മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ബലൂർഘട്ട് ലോക്സഭാ സീറ്റിലെ കുമാർഗഞ്ചിൽ തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്യവേ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളോടും പ്രവർത്തകരോടും പശ്ചിമ ബംഗാളിലെ ജനങ്ങളോടും ജാഗ്രത പാലിക്കാൻ മമതാ ബാനർജി ആവശ്യപ്പെട്ടു. ബി.ജെ.പി. എന്നെയും അഭിഷേകിനെയും ലക്ഷ്യമിടുന്നു. ഞങ്ങൾ സുരക്ഷിതരല്ല. എന്നാൽ ബി.ജെ.പിയുടെ ഗൂഢാലോചനയെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കും പശ്ചിമ ബംഗാളിലെ ജനങ്ങൾക്കുമെതിരായ ഗൂഢാലോചനയ്ക്കെതിരെ ജാഗ്രത പാലിക്കാൻ ഞങ്ങൾ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, അവർ പറഞ്ഞു. എന്താണ് സുവേന്ദു അധികാരിക്ക് പറയാനുള്ളത് എന്നൊന്നും ആർക്കും വ്യക്തമല്ല. പക്ഷെ അതിനു മുമ്പ് തന്നെ അടിമുടി ഭയന്ന് വിറച്ചിരിക്കുകയാണ് മമതാ ബാനർജി. അതിനർത്ഥം പണി കിട്ടുന്ന തരത്തിൽ ഒന്നോ അതിലധികമോ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ അടിവേരിറക്കുന്ന വിധത്തിലുള്ള എന്ത് വെളിപ്പെടുത്തലാണ് സുവേന്ദു അധികാരിക്ക് നടത്താനുള്ളത്? അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ മമതാ ബാനർജിക്ക് ആകുമോ? അതോ ഇതോടുകൂടി ബംഗാളിൽ മമതാ യുഗത്തിന് അന്ത്യമാകുമോ? തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ബാക്കിയുള്ളത്. എല്ലാത്തിനും ഉത്തരം തിങ്കളാഴ്ച കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ലെന്ന സാഹചര്യമാണ് ജനങ്ങൾക്ക്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.